ഇന്ന് നമുക്കൊരു അടിപൊളി പലഹാരം ഉണ്ടാക്കാം കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെയൊക്കെ ഇതിൻ്റെ പേര് പറയാം പീച്ചാമ്പൊടി എന്നാണ്. ബാക്കിയുള്ള സ്ഥലത്ത് ഇങ്ങനത്തെ പലഹാരം ഉണ്ടോ അതിനെന്താ പറയുകയെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഫസ്റ്റ് തന്നെ ഇതിന് എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അരിപ്പൊടിയാണ്. അരിപ്പൊടിയും നാളികേരവും പഞ്ചസാരയും ജീരകവും കുറച്ച് ഉപ്പും കൂടി ഇട്ട് മിക്സ് ചെയ്ത് ഉണ്ടയാക്കി വെക്കുക. എന്നിട്ട് ഇതുപോലെ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ തേച്ചിട്ട് നമ്മൾ ഈ ഒരു രൂപത്തിൽ എടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് എടുത്തപ്പോൾ അതിൽ കുറച്ച് മാവ് കൂടിപ്പോയി. അപ്പോൾ ഞാൻ അത് വീണ്ടും കുറച്ചെടുത്തിട്ട് പിന്നെ ആവശ്യത്തിന് ചെറിയൊരു ഉരുള എടുത്തിട്ട് ഇങ്ങനെ കുഴച്ച് നമ്മുടെ കൈയുടെ എന്താ പറയുക നമ്മുടെ കൈപ്പത്തി അതിലേക്ക് പ്രസ് ചെയ്യുക. എന്നിട്ട് അപ്പോൾ ഈ ഒരു രൂപത്തിൽ കിട്ടും. ഇതാണ് പീച്ചാമ്പൊടി. അങ്ങനെ നമ്മൾ കുറച്ചധികം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ആവിയിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇഡ്ഡലി പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഉണ്ടാക്കി നമ്മുടെ കയ്യിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ പീച്ചാമ്പൊടി എന്ന് പറയണത്. ഞങ്ങൾക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കി, നല്ല അടിപൊളി സാധനമാണ് കേട്ടോ. പിന്നെ എനിക്കാണെങ്കിൽ ഇപ്പോൾ ഈ ആവിയിൽ വെച്ച സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എന്താണ്